തീവ്രവാദം രാജ്യം മാത്രമല്ല ലോകമാകെ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. മാവോയിസ്റ്റുകൾ മുതൽ മതതീവ്രവാദികൾ വരെയുള്ളവരെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ആവും പോലെ നേരിട്ട ആളാണ് രമേശ് ചെന്നിത്തല. ആഗോള തീവ്രവാദത്തെക്കുറിച്ച് ചെന്നിത്തലയുടെ ക്ലാസ്സാണിനി. ജാഗരൂകമായി ഓരോരുത്തരും ഇരിക്കണം. തീവ്രവാദത്തെക്കുറിച്ച് ഇതിലും വലിയ ക്ലാസ്സിനി മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. നമുക്കറിയാം, ഭീകരവാദം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആഗോളതലത്തിൽ തന്നെ ഒരു സങ്കീർണമായ സമസ്യയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സാർ ഏതായാലും പുറംകടലിലോട്ട് പോകണല്ലേ? സാറിങ്ങനെ തീവ്രവാദികളൊക്കെ പിടിക്കും, ഞങ്ങളിങ്ങനെ മീനൊക്കെ പിടിച്ച് ചൂണ്ടിട്ടിരിക്കുക. പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ പല കോണിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ തീവ്രവാദികൾ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങളും വെള്ളത്തിലേക്ക് ചാടിയില്ല? പവിത്രമായ കാക്കി ഈ കായൽ വെള്ളത്തിൽ മലിനമാക്കാൻ ഞങ്ങളുടെ കർത്തവ്യബോധം അനുവദിച്ചില്ല സാർ. ചിലതിന് മതപരമായ പരിവേഷം കൊടുക്കുമ്പോൾ മറ്റു ചിലതിന് ആദർശപരമായ പരിവേഷം കൊടുക്കുന്നു. മറ്റു ചിലതിന് സങ്കുചിതമായ ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഭീകരവാദങ്ങളും നമ്മുടെ രാജ്യത്ത് ലോകത്ത് സുലഭമാണ്. അപ്പോ അവർ അണ്ടർ വാട്ടർ പരിശീലനം കഴിഞ്ഞ തീവ്രവാദികളാണ്. പ്രധാനപ്പെട്ട അജണ്ട ഇന്ന് ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടുക എന്നുള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു. സാറേ, ആക്ച്വലി ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പറഞ്ഞോ സാറേ. ഓർഗനൈസ്ഡ് ക്രൈം നടത്തുന്ന സംഘടനകൾ പുതിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകളായി രൂപാന്തരപ്പെട്ട് അവരുടെ പ്രവർത്തനം സജീവമാക്കും. നമുക്ക് സമയം പോകും, നമുക്ക് പോണ്ടേ? ഇല്ല, സമയമുണ്ട്, പറഞ്ഞതാ. പണ്ട് ഇതുപോലെ തന്നെ ചിറാപ്പുഞ്ചിൽ വെച്ച് ഒരു പയ്യൻ എന്നോട് ചോദിച്ചു. ആ പയ്യനും ചോദിച്ചായിരുന്നു ഈ തീവ്രവാദി എന്താണെന്ന്. താലിബാൻ അമേരിക്കയുടെ സൃഷ്ടി തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് വഴിതെളിക്കത്തക്ക നിലയിൽ താലിബാനെ സൃഷ്ടിച്ചത് തന്നെ അമേരിക്കയാണ്. അതല്ല, ഇവിടെ ചോദിച്ചിന് മറുപടി പറ. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല സാറേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഇല്ലെങ്കിൽ നീ നേരത്തെ സബർജലിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ? സംസാരിക്കില്ലല്ലോ. ഒരു മതവും തീവ്രവാദത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് തീവ്രവാദി. നിനക്ക് മനസ്സിലായാ? എന്റെ സബർജലിക്ക തീർന്നു, നീ ഇനി മനസ്സിലാക്കണ്ട. LTT ക്യാമ്പുകളിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. സിംഹളരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രഭാകരനും LTTയും ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശങ്ങൾക്കും വേണ്ടി പോരാടിയതാണെങ്കിൽ അവരുടെ ക്യാമ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. എന്റെ പൊന്നു സാറേ, ഇത്ര വൃത്തികെട്ടവരാണ് ഈ തീവ്രവാദികൾ. എന്നാ വിടരുത്, പോയി പിടിക്കേ. അപ്പുറത്താണ് വെള്ളമെന്ന് പറയാൻ പറഞ്ഞേക്കും തന്നെ ഇപ്പുറത്തോട്ട് എടുത്ത് ചാടി. ഇമാതിരി തീവ്രവാദികളെ പിടിച്ച് നേരം കളയാതെ പാവം ജനത്തെ വേട്ടയാടുന്ന പട്ടികളെ ശരിപ്പെടുത്തൂ എന്നതാണ് നാട്ടിൽ ഉയരുന്ന ആവശ്യം. പട്ടികളെയാകെ ഒരു തീവ്രവാദി കൂട്ടമായി പ്രഖ്യാപിച്ച് അമേരിക്കയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാലോ എന്നതാണത്രേ തദ്ദേശ മന്ത്രി KT ജലീലിന്റെ ഇപ്പോഴത്തെ ആലോചന. അത്രമാത്രമുണ്ടല്ലോ പട്ടിപ്പേടി. മാത്രമല്ല, പട്ടികൾക്ക് വേണ്ടി ഒടുവിൽ മേനകാ ഗാന്ധി കൂടി ഇറങ്ങിത്തിരിച്ചതോടെ സംഗതി വഷളാകുന്ന ലക്ഷണമാണ്. പട്ടിപ്രേമികൾ അങ്ങനെയാണല്ലോ. എവിടെ മനുഷ്യനെ പട്ടി കടിച്ചു കൊല്ലുന്നുണ്ടോ അപ്പോൾ അവരുടെ സ്നേഹം ഉയർക്കും. ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. സിംഗത്തിനെതിരെ അണിയറയിൽ പടയൊരുക്കം. സിംഗത്തെ കീഴടക്കാൻ TP രാമകൃഷ്ണൻ രംഗത്ത്. മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥർ മൂലം നാട് വിടേണ്ട സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി. പരാതിയാണ് സാർ, നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. അഭയസ്ഥാനമില്ലാതെ KM മാണി അലഞ്ഞുതിരിയുന്നു. മുഖം മറച്ച് UDF-ലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആലോചന. ഇന്ദിരാഭവനിൽ മാണിയെ വീണ്ടും ജോലിക്കെടുക്കുമോ എന്ന അപേക്ഷയുമായി ജോണി നെല്ലൂർ. KM മാണി വിഭാഗം മുന്നണി വിട്ടു പോയത് വേദനാകരമായ ഒരു കാര്യമാണ്. നിനക്ക് പകരമായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ന്യായമല്ല. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം.
അടുത്ത ജന്മത്തിൽ പശുവാകാൻ കാത്ത് എൽദോസ് കുന്നപ്പള്ളി പശുജനനം ആഗ്രഹിക്കുന്നത് രണ്ടിന കാരണങ്ങളാലെന്ന് MLA. രാവിലെ എണീറ്റാൽ അപ്പി അവിടെ ഇട്ടാ മതി. അതിന്റെ യജമാനൻ വന്ന് കോരിക്കോൾ ഒന്നും ചെയ്യണ്ട. എന്ത് സന്തോഷമുള്ള ജീവിതമാണോ. കാലത്ത് എഴുന്നേറ്റ് പരുത്തിക്കുരു പിണ്ണാക്ക് വൈക്കോല് പിന്നെ നിന്റെ അമ്മയുടെ തേങ്ങ ഇങ്ങോട്ട് നടക്കണ്ട. നാളെ തൊട്ട് നീ കഞ്ഞിയും ചോറൊന്നും വേണ്ട. ഞാനും പുല്ലി തിന്നാൻ പോവാ. അല്പം കഴിയുമ്പോൾ സുന്ദര കിടാരികൾ. എൽദോസിന്റെ പ്രതിമ പാർലമെന്റിൽ സ്ഥാപിക്കണമെന്ന് പശുപ്രേമികൾ പ്രധാനമന്ത്രിയോട്. തീവ്രവാദികളെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് രമേശ് ചെന്നിത്തല. കസേര കിട്ടാത്ത ഉമ്മൻചാണ്ടിയെ പോലുള്ള തീവ്രവാദികളെ നേരിടും. കോൺഗ്രസുകാർക്ക് തീവ്രവാദ വിഷയത്തിൽ ചെന്നിത്തലയുടെ ക്ലാസ്. സാറേ ആക്ച്വലി ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപക്വമായ മനസ്സുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നാണ് തീവ്രവാദം. എന്റെ പൊന്നു സാറേ, ഇത്ര വൃത്തികെട്ടവരാണ് ഈ തീവ്രവാദികൾ. ഇന്ത്യയിൽ നിന്ന് അൽഖ്വയ്ദയിലേക്ക് എത്ര മുസ്ലിങ്ങൾ ചേർന്നു? എന്നാ വിടരുത്, പോയി പിടിക്കേ. അപ്പുറത്താണ് വെള്ളമെന്ന് പറയാൻ പറഞ്ഞേക്കും തന്നെ ഇപ്പുറത്തോട്ട് എടുത്ത് ചാടി. അപ്പോൾ പട്ടി കടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.